ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു VIP ഡിഷ് തയ്യാറാക്കിയെടുക്കാം. ഇത് മറ്റൊന്നുമല്ല, മട്ടൺ ബ്രെയിൻ ആണ്. അപ്പൊ ഈ ഒരു മട്ടൺ ബ്രെയിൻ ആണ് എടുത്തിരിക്കുന്നത്. ഈ മട്ടൺ ബ്രെയിൻ നല്ലപോലെ കഴുകി ഒക്കെ എടുത്തേക്കിനാ കേട്ടോ. ഇതിനകത്ത് രക്തക്കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. ഒരു നാര് പോലെ ഒരു ഇതുണ്ടാവും ചോരയായിട്ടുള്ള. അപ്പൊ അതുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കഴുകി കളഞ്ഞതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനോട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതാക്കിക്കോളൂ കേട്ടോ, മിക്സ് ആയിക്കോളൂ. അപ്പോൾ അതായത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ പീസസ് ആയിട്ടായിരിക്കും കിടക്കണം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ഇനി മട്ടൺ ബ്രെയിൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള റെസിപ്പികൾക്കൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയാണ് കേട്ടോ, അത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വലിയ സവോളയാണെങ്കിൽ പകുതി സവോള എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മട്ടൺ ബ്രെയിൻ ഫ്രൈക്ക് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് ഈ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടത്തോരൻ പോലെ തന്നെ ഇരിക്കല്ലേ. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കണം കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് തക്കാളി ഒരു പകുതി തക്കാളി ഇട്ടാലും മതി കേട്ടോ. ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഒരുപാട് വേവാനൊന്നുമില്ല, മുട്ട പോലെ തന്നെയാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല വേവാനൊന്നും. മുട്ടനേക്കാളും ഇച്ചിരി നേരം കൂടെ നമ്മൾ ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടാം. ഇതിലേക്ക് ഇച്ചിരി മല്ലിയില വിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. നോൺ വെജുകാരുടെ ഒരു പ്രിയപ്പെട്ട റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.